സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മലയാളിയുടെ എവർഗ്രീൻ ഹീറോയും മലയാളിയുടെ എവർഗ്രീൻ വില്ലനും പിന്നൊരു സുന്ദരിയുമാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം. റഹ്മാൻ സാർ, ബാബുചേട്ടൻ, ഷീൽ ചേച്ചി. അതേപോലെ എത്ര നാളായി കണ്ടിട്ട്. അല്ല, മുരുകനിക്ക ഉണ്ടല്ലോ പഴയ അതേ അടി. ചായയിൽ അല്പം മാറ്റിയിട്ടുണ്ട്, പക്ഷെ ആ പഞ്ച് പുതിയതാ അല്ലേ. ബാഡ് ബോയ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്, പക്ഷെ കണ്ടിട്ട് തോന്നണ്ടേ ഇവർ ബാഡ് ബോയ്സ് ആണ്. ഭയങ്കര സുന്ദരന്മാരായിട്ട് മലയാളത്തിന്റെ എവർഗ്രീൻ ഹീറോയും എവർഗ്രീൻ വില്ലനും അല്ലേ. 100% ഞാൻ യോജിക്കുന്നു. എനിക്കിവരെ കാണുമ്പം ചില നല്ല പാട്ടുകളൊക്കെ ഓർമ്മ വരുന്നത്. ഏതായിരിക്കും? സ്വാഭാവികം. ഞാൻ ബാബുവിനെ ആദ്യം കാണുന്നത് ഒരു ഉച്ച സമയത്ത് ഞങ്ങളെ ലൊക്കേഷനിൽ വെച്ച്. അതുവരെ വില്ലൻ ആരാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പലതരം ചോദിക്കുന്നത്. ചേട്ടാ ആരാണ് അത് ചെയ്യാൻ പോകുന്നത്? അത് വരും 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 എന്ന് പറഞ്ഞത് ഞാനൊന്ന് ഇറക്കിയിട്ടുണ്ട് എന്റെ ബോംബെയിൽ നിന്നൊക്കെ പറഞ്ഞത്. ഒരാടാറ് ടീമാണ്. ആടാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെട്ടുനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലവറുകളുടെ തിരുവടികൾ കയ്യിലെടുത്ത് തമ്മാനമാടിയ വീരപ്പാന്റെ കറ്റബൊമ്മൻ. ഈ ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ്. ബോംബെ ഒരു ഉച്ച സമയത്ത് ഊണൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ആ മുറ്റത്ത് നല്ല വെയിലുണ്ട്. ആ വെയിലത്തിൽ ഒരു ജീൻസ് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് പിന്നെ 6 അടി 3 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന വലിയൊരു മനുഷ്യൻ. ബാബുചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ അടുത്ത് കണ്ടപ്പം ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും അധികം അങ്ങനെ കേൾക്കാറില്ല സിനിമ ചൂസ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു സിനിമ ബാബുചേട്ടനിലേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ബാഡ് ബോയ്സ് ആയിക്കോട്ടെ, വേറെ ചിത്രങ്ങളായിക്കോട്ടെ, സ്ക്രിപ്റ്റ് കേൾക്കാതെ അല്ലെങ്കിൽ അത്രമേൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു സിനിമ ചൂസ് ചെയ്യാൻ? ഞാൻ സീരിയസ് ആയിരുന്നില്ല. ഞാൻ അവിടെ പോയി നിങ്ങളുടെ കൂടെ വന്ന് ഇരിക്കുമ്പോ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ ചേര് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എല്ലാവരും മാറി മാറി പോവാണ്. ഞങ്ങൾ എത്ര ലോക്കലാണ് അതിന്റെയൊക്കെ താഴെ തറ എന്ന് പറയുന്ന അതിലേക്ക് പോകും. അപ്പൊ ഇതിനകത്ത് ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ എങ്ങനെയാണ് ഈ ബാഡ് ബോയ്സിലെ? എല്ലാം ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്. അടിയുണ്ട്, ഇടിയുണ്ട്, മാസുണ്ട്, പാട്ടുണ്ട്, സ്നേഹമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെക്സ് മാത്രമില്ല. പലരും വിചാരിക്കുന്നു ഞാൻ വളരെ സീരിയസും ഒക്കെയാണ്. ഞാൻ സീരിയസ് ടൈപ്പാണ്. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കോമഡിയൻ ഉണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.